ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഉഷ്ണമേഖലാ പറുദീസയായ കേരളം സാധാരണയായി അഗ്നിപർവ്വത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രദേശമല്ല. പശ്ചിമഘട്ടം, വിശാലമായ കായലുകൾ, പ്രാചീനമായ കടൽ തീരങ്ങൾ എന്നിവയാൽ രൂപപ്പെട്ട അതിൻ്റെ ഭൂപ്രകൃതിയെ അതിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, കാർഷിക സമൃദ്ധി, ഊർജ്ജസ്വലമായ ടൂറിസം വ്യവസായം എന്നിവയാൽ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും കേരളത്തിലെ അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ സാഹചര്യം സങ്കല്പിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ പരിസ്ഥിതി, സമ്പദ് വ്യവസ്ഥ, സമൂഹം, ഭരണം എന്നിവയിൽ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ പര്യവേഷണം ചെയ്യാനുള്ള അവസരം നൽകുന്നു. കേരളത്തിലെ അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കാൻ ആദ്യം ഈ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ത്യൻ പ്ലേറ്റിൻ്റെ പടിഞ്ഞാറൻ അറ്റത്താണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയൻ മേഖല പോലുള്ള ഇന്ത്യയുടെ കൂടുതൽ ഭൂകമ്പ സജീവ മേഖലകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ടെക്ടോണിക് സ്ഥിരതയുള്ള പ്രദേശമാണിത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും തമ്മിലുള്ള ടെക്ടോണിക് ചലനങ്ങളുടെ ഫലമാണ് കേരളത്തിൻ്റെ തീരപ്രദേശത്തിനു സമാന്തരമായി സഞ്ചരിക്കുന്ന പർവ്വതനിരയായ പശ്ചിമഘട്ടം. ഭൂകമ്പങ്ങൾ, മണ്ണിടിച്ചിൽ, വിവിധ തരത്തിലുള്ള പാറകളുടെ രൂപീകരണം എന്നിവയാണ് ഈ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രവർത്തനങ്ങളുടെ പ്രാഥമിക സവിശേഷതകൾ. എന്നാൽ ഇത് സാധാരണയായി അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ അനുഭവിക്കുന്നില്ല. 1000 കിലോമീറ്റർ അകലെ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് കേരളത്തോട് ഏറ്റവും അടുത്തുള്ള സജീവ അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്നത്. ഈ പ്രദേശത്തെ അഗ്നിപർവ്വത പ്രവർത്തനം പ്രാഥമികമായി ആൻഡമാൻ സബ്ഡക്ഷൻ സോണിലെ ടെക്ടോണിക് പ്ലേറ്റ് ചലനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ആനുകാലിക പൊട്ടിത്തെറികൾക്ക് കാരണമാകുന്നു. എന്നാൽ കേരളത്തിൽ സജീവമായ അഗ്നിപർവ്വതങ്ങളോ അറിയപ്പെടുന്ന അഗ്നിപർവ്വത ഹോട്ട്സ്പോട്ടുകളോ ഇല്ല. അതിനാൽ കേരളത്തിൽ അഗ്നിപർവ്വത സ്ഫോടനത്തിനുള്ള സാധ്യത പൂർണ്ണമായും സാങ്കല്പികമാണ്. ഈ സാങ്കല്പിക സാഹചര്യത്തിൽ പതിറ്റാണ്ടുകളുടെ കാലയളവിൽ ഭൂമിയുടെ പുറംതോടിൽ ആഴത്തിലുള്ള പശ്ചിമഘട്ടത്തിനു താഴെ ഒരു അജ്ഞാത അഗ്നിപർവ്വത ഹോട്ട്സ്പോട്ട് വികസിക്കാൻ തുടങ്ങുന്നുവെന്ന് നമുക്ക് സങ്കല്പിക്കാം. കാലക്രമേണ രൂപപ്പെട്ട ടെക്ടോണിക് സമ്മർദ്ദങ്ങളുടെ ഫലമാണ് ഈ ഹോട്ട്സ്പോട്ട്. ഇത് മാഗ്മ അറകളുടെ രൂപീകരണത്തിലേക്ക് നയിക്കുന്നു. കാലക്രമേണ ഈ അറകളിലെ മർദ്ദം അഗ്നിപർവ്വത സ്ഫോടനത്തിന് കാരണമാകുന്നതുവരെ വർദ്ധിക്കുന്നു. പ്രദേശത്തെ നിവാസികൾക്ക് അനുഭവപ്പെടുന്ന ചെറിയ ഭൂചലനങ്ങളിൽ നിന്നോ ഭൂകമ്പങ്ങളിൽ നിന്നോ ആയിരിക്കും പൊട്ടിത്തെറി ആരംഭിക്കുക. മാഗ്മ ഉപരിതലത്തിലേക്ക് ഉയരുമ്പോൾ അത് ഏറ്റവും കുറഞ്ഞ പ്രതിരോധമുള്ള ഒരു പാത കണ്ടെത്തുകയും പശ്ചിമഘട്ടത്തിൻ്റെ മലഞ്ചെരുവുകളിലൂടെ ഭൂമിയുടെ പുറന്തോട് തകർക്കാൻ സാധ്യതയുണ്ട്. ഒരു വലിയ പൊട്ടിത്തെറിയെ തുടർന്ന് ചാരം, ലാവ, വാതകങ്ങൾ എന്നിവ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നു. മാഗ്മ അറയുടെ വലുപ്പത്തെയും അത് മെറ്റീരിയൽ പുറത്തുവിടുന്ന നിരക്കിനെയും ആശ്രയിച്ച് പൊട്ടിത്തെറിയുടെ തോത് വ്യത്യാസപ്പെടാം. ലോകമെമ്പാടുമുള്ള അഗ്നിപർവ്വത പ്രദേശങ്ങളിൽ സംഭവിച്ചതിന് സമാനമായിരിക്കാം ഈ പൊട്ടിത്തെറി. എന്നാൽ സംസ്ഥാനത്തിൻ്റെ ഭൂമിശാസ്ത്രം, അടിസ്ഥാന സൗകര്യങ്ങൾ, ജനസാന്ദ്രത എന്നിവ കാരണം കേരളത്തിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ സവിശേഷമായിരിക്കും. കേരളത്തിലെ അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ പെട്ടെന്നുള്ള പാരിസ്ഥിതിക ആഘാതം വിനാശകരമായിരിക്കും. സമൃദ്ധമായ പച്ചപ്പ്, സമ്പന്നമായ ജൈവ വൈവിധ്യം, അതിലോലമായ ആവാസ വ്യവസ്ഥ എന്നിവയ്ക്ക് പേരുകേട്ടതാണ് കേരളം. കാർഷിക മേഖലകൾ, വനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ എന്നിവയുൾപ്പെടെ വിശാലമായ പ്രദേശങ്ങളെ ചാരമേഘങ്ങൾ മൂടിയതിനാൽ പൊട്ടിത്തെറി പരിസ്ഥിതിക്ക് വ്യാപകമായ നാശമുണ്ടാക്കും. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലവും നിരവധി തദ്ദേശീയ ജീവവർഗങ്ങളുടെ ആവാസ കേന്ദ്രവുമായ പശ്ചിമഘട്ടത്തിൽ ലാവയുടെ ഒഴുക്ക്, ചാരപ്പൊക്കം, പൈറോക്ലാസിക് ഒഴുക്ക് എന്നിവയുടെ നേരിട്ടുള്ള ഭീഷണി നേരിടേണ്ടി വരും. ഈ അഗ്നിപർവ്വത പദാർത്ഥങ്ങൾ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുകയും ജലപാതകളെ മലിനമാക്കുകയും ഭൂപ്രകൃതിയെ മാറ്റുകയും ചെയ്യും. സമ്പന്നമായ കാർഷിക ഭൂമി, പ്രത്യേകിച്ച് റബ്ബർ, തേയില, സുഗന്ധവ്യഞ്ജന തോട്ടങ്ങൾ ചാരത്തിൻ്റെ കട്ടിയുള്ള പാളികൾക്ക് കീഴിൽ കുഴിച്ചു മൂടപ്പെടും. ഇത് അവയെ വന്ധ്യമാക്കും. ആവാസ വ്യവസ്ഥയ്ക്കും ടൂറിസം വ്യവസായത്തിനും അത്യന്താപേക്ഷിതമായ ഈ പ്രദേശത്തെ ഐതിഹാസികമായ കായലുകളെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ബാധിച്ചേക്കാം. പൊട്ടിത്തെറി മണ്ണിടിച്ചിലിന് കാരണമാകുകയോ ചാരവും അഗ്നിപർവ്വത അവശിഷ്ടങ്ങളും ജലാശയങ്ങളിലേക്ക് പ്രവേശിക്കുകയോ ചെയ്താൽ അത് ജലത്തിൻ്റെ ഗുണനിലവാരത്തെ സാരമായി നശിപ്പിക്കുകയും ദീർഘകാല പാരിസ്ഥിതിക നാശത്തിന് കാരണമാവുകയും ചെയ്യും. വർദ്ധിച്ചു വരുന്ന സമുദ്രനിരപ്പിൽ നിന്ന് ഇതിനകം ഭീഷണിയിലുള്ള കേരളത്തിലെ തീരപ്രദേശങ്ങളിലും അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അഗ്നിപർവ്വത ചാരവും ലാവയും സമുദ്രജീവികളെ തടയുകയും തീരദേശ ആവാസ വ്യവസ്ഥയെ തടസ്സപ്പെടുത്തുകയും മത്സ്യബന്ധനത്തിനും സമുദ്ര ജൈവ വൈവിധ്യത്തിനും പ്രത്യാഘാതം ഉണ്ടാക്കുകയും ചെയ്യും. മനുഷ്യ ജനസംഖ്യയിലും അടിസ്ഥാന സൗകര്യങ്ങളിലും ചെലുത്തുന്ന സ്വാധീനം പശ്ചിമഘട്ടത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന നഗരങ്ങളുള്ള കേരളത്തിൽ 35 ദശലക്ഷത്തിലധികം ജനസംഖ്യയുണ്ട്. പൊട്ടിത്തെറി ഈ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങൾക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തും. പെട്ടെന്നുള്ള ജീവഹാനി ഏറ്റവും ഗുരുതരമായ പ്രത്യാഘാതങ്ങളിൽ ഒന്നാണ്. പൊട്ടിത്തെറി വ്യാപകമായ ഒഴിപ്പിക്കലുകളിലേക്ക് നയിച്ചേക്കാം, പ്രത്യേകിച്ച് അഗ്നിപർവ്വതത്തിന് സമീപമുള്ള പ്രദേശങ്ങളിൽ നിന്ന്. കുടിയൊഴിപ്പിക്കപ്പെട്ട ജനങ്ങളെ പാർപ്പിക്കുന്നതിനായി സർക്കാരും പ്രാദേശിക അധികാരികളും അടിയന്തര അഭയ കേന്ദ്രങ്ങൾ സ്ഥാപിക്കേണ്ടതുണ്ട്. റോഡുകൾ, റെയിൽവേ, വിമാനത്താവളങ്ങൾ എന്നിവയെ അഗ്നിപർവ്വത ചാരം സാരമായി ബാധിക്കുകയും ഗതാഗതം ബുദ്ധിമുട്ടാക്കുകയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സങ്കീർണമാക്കുകയും ചെയ്യും.
ലാവയുടെ ഒഴുക്ക്, ചാരപ്പൊക്കം, അഗ്നിപർവ്വത മിന്നൽ എന്നിവയാൽ വൈദ്യുതി ലൈനുകൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നതിനാൽ കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിനും വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ടെലികമ്മ്യൂണിക്കേഷൻ ശൃംഖലകൾ ഉൾപ്പെടെയുള്ള ആശയവിനിമയ സംവിധാനങ്ങളെ പൊട്ടിത്തെറി ബാധിക്കും. ഇത് അധികാരികൾക്ക് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും പൊതുജനങ്ങളുമായി ആശയവിനിമയം നടത്താനും ബുദ്ധിമുട്ടാക്കും. പൊട്ടിത്തെറിയിൽ നിന്നുള്ള ശാരീരിക പരിക്കുകൾ, പൊള്ളൽ, കൈകാലുകൾക്ക് അപകടം എന്നിവ പോലുള്ള ചാരം ശ്വസിക്കുന്നത് മൂലമുണ്ടാകുന്ന ശ്വസന പ്രശ്നങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിനാൽ ആശുപത്രികളും ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളും കാര്യമായ സമ്മർദ്ദം നേരിടേണ്ടി വരും. ദീർഘകാലാടിസ്ഥാനത്തിൽ വായുവിന്റെ ഗുണനിലവാരവും ജലമലിനീകരണവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കും. പ്രത്യേകിച്ച് പൊട്ടിത്തെറി നടന്ന സ്ഥലത്തിനടുത്തുള്ള പ്രദേശങ്ങളിൽ. നെല്ല്, റബ്ബർ, തേയില, കാപ്പി, തേങ്ങ, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയ വിളകൾ സംസ്ഥാനത്തിന്റെ സമ്പത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നതിനാൽ കൃഷി കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ സ്തംഭങ്ങളിൽ ഒന്നാണ്. ഒരു അഗ്നിപർവ്വത പൊട്ടിത്തെറി കാർഷിക ഭൂമി നശിപ്പിക്കുന്നതിന് കാരണമാകും. പ്രത്യേകിച്ച് അഗ്നിപർവ്വതത്തിന് ഏറ്റവും അടുത്തുള്ള പ്രദേശങ്ങളിൽ. ആഷ്വാൾ മണ്ണിനെ മലിനമാക്കുകയും ലാവയുടെ ഒഴുക്കും തോട്ടങ്ങളെയും നശിപ്പിക്കുകയും ചെയ്യും. കേരളത്തിലെ ഈർപ്പമുള്ളതും ഉഷ്ണമേഖലാ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നതുമായ പ്രത്യേക കാലാവസ്ഥ ആവശ്യമുള്ള വിളകൾ പൂർണ്ണമായും ഇല്ലാതാകുകയും ഇത് കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും സാമ്പത്തിക ദുരിതത്തിനും കാരണമാവുകയും ചെയ്യും. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് ഗണ്യമായ സംഭാവന നൽകുന്ന സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര വ്യവസായത്തിന് മറ്റൊരു നാശനഷ്ടമുണ്ടാകും. ശാന്തമായ കായലുകൾ, ഹിൽ സ്റ്റേഷനുകൾ, ബീച്ചുകൾ, അതുല്യമായ സാംസ്കാരിക അനുഭവങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ടതാണ് കേരളം. ഒരു അഗ്നിപർവ്വത സ്ഫോടനം ഈ പ്രകൃതിദത്ത ആകർഷണങ്ങളെ സാരമായി നശിപ്പിക്കുകയും ആഭ്യന്തര അന്തർദേശീയ വിനോദസഞ്ചാരത്തിൽ ഇടിവുണ്ടാവുകയും ചെയ്യും. തീരദേശ റിസോർട്ടുകൾ, ഹൗസ് ബോട്ടുകൾ, ദുരിതബാധിത പ്രദേശങ്ങളിലെ ഹോട്ടലുകൾ എന്നിവ അടച്ചുപൂട്ടാൻ നിർബന്ധിതരാകുകയും അതിന്റെ ഫലമായി പലർക്കും ജോലിയും വരുമാനവും നഷ്ടപ്പെടുകയും ചെയ്യും. ദീർഘകാലാടിസ്ഥാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ നിന്നുള്ള കേരളത്തിന്റെ സാമ്പത്തിക വീണ്ടെടുക്കൽ നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയെയും അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാനും കാർഷിക ഉൽപാദനക്ഷമത പുനഃസ്ഥാപിക്കാനുമുള്ള സംസ്ഥാനത്തിന്റെ കഴിവിനെയും ആശ്രയിച്ചിരിക്കും. എന്നാൽ പൊട്ടിത്തെറി സംസ്ഥാനത്തിന്റെ വികസനത്തെ പതിറ്റാണ്ടുകളല്ലെങ്കിലും വർഷങ്ങളോളം തടസ്സപ്പെടുത്തിയേക്കാം. ഒരു അഗ്നിപർവ്വത സ്ഫോടനം കേരളത്തിൽ ദൂരവ്യാപകമായ സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ദുരിതാശ്വാസം നൽകാനും പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാനും സംസ്ഥാന സർക്കാർ വലിയ സമ്മർദ്ദം നേരിടേണ്ടി വരും. വെള്ളപ്പൊക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്ത ചരിത്രമുള്ള സംസ്ഥാനമാണ് കേരളം. എന്നാൽ അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ തോത് അഭൂതപൂർവമായിരിക്കും. ദുരന്ത നിവാരണം, ആരോഗ്യം, കൃഷി, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ശ്രമങ്ങൾ സർക്കാർ ഫലപ്രദമായി ഏകോപിപ്പിക്കേണ്ടതുണ്ട്. പൊട്ടിത്തെറി സംസ്ഥാനത്ത് രാഷ്ട്രീയ മാറ്റങ്ങളിലേക്കും നയിച്ചേക്കാം. പ്രതിസന്ധിയോട് പ്രതികരിക്കുന്നതിൽ സർക്കാർ മന്ദഗതിയിലോ ഫലപ്രദമല്ലാത്തതോ ആയി കാണപ്പെടുകയാണെങ്കിൽ പൊതുജനങ്ങളുടെ രോഷവും ഉത്തരവാദിത്വത്തിനുള്ള ആവശ്യങ്ങളും ഉണ്ടാകാം. ഇതിന് വിപരീതമായി സാഹചര്യം വിജയകരമായി കൈകാര്യം ചെയ്യാൻ സർക്കാരിന് കഴിയുമെങ്കിൽ അത് രാഷ്ട്രീയ നേതൃത്വത്തെയും പൊതുജനങ്ങളുടെ വിശ്വാസത്തെയും ശക്തിപ്പെടുത്തും. സാമൂഹിക തലത്തിൽ പൊട്ടിത്തെറി സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള വിഭജനം കൂടുതൽ ആഴത്തിലാക്കും. സമ്പന്നരായ പൗരന്മാർക്ക്, പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക്, ദരിദ്രരായ ഗ്രാമീണ സമൂഹങ്ങളെ അപേക്ഷിച്ച് പൊട്ടിത്തെറിയുടെ പെട്ടെന്നുള്ള പ്രത്യാഘാതങ്ങൾ നന്നായി നേരിടാൻ കഴിഞ്ഞേക്കും. കുടിയൊഴിപ്പിക്കൽ ദുർബലരായ സമൂഹങ്ങളെ, പ്രത്യേകിച്ച് അഗ്നിപർവ്വതത്തിന് സമീപം അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ ആനുപാതികമായി ബാധിക്കും. കേരളത്തിലെ അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ വിശാലമായ അനന്തരഫലങ്ങളിൽ ഒന്ന് ആഗോള കാലാവസ്ഥയിൽ അതിന്റെ സ്വാധീനമായിരിക്കും. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഗണ്യമായ അളവിൽ കാർബൺ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, ചാരം എന്നിവ അന്തരീക്ഷത്തിലേക്ക് പുറത്തുവിടുന്നു. ഇത് ആഗോള കാലാവസ്ഥാ രീതികളെ ബാധിക്കും. കേരളത്തിലെ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ നിന്നുള്ള വലിയ തോതിലുള്ള ചാരമേഘം ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കും അതിനുമപ്പുറത്തേക്കും വ്യാപിച്ചേക്കാം. ഇത് വായുവിന്റെ ഗുണനിലവാരത്തെ ബാധിക്കുകയും മേഖലയിലെ തണുത്ത താപനിലയിലേക്ക് നയിക്കുകയും ചെയ്യും. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രകൃതി സംഭവങ്ങളുടെ പ്രവചനാതീതയുടെയും വിനാശകരമായ ശക്തിയുടെയും ഓർമ്മപ്പെടുത്തലായി പൊട്ടിത്തെറി പ്രവർത്തിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ഉഷ്ണതരംഗം എന്നിവയുൾപ്പെടെയുള്ള തീവ്രമായ കാലാവസ്ഥാ സംഭവങ്ങളിലേക്ക് ഇതിനകം നയിച്ച ആഗോള താപനത്തിനെ അഭിമുഖീകരിക്കുന്നതിന് തയ്യാറെടുപ്പുകളുടെയും പ്രതിരോധത്തിന്റെയും ആവശ്യകതയെക്കുറിച്ച് അവബോധം വളർത്താൻ ഇതിന് കഴിയും. രാജ്യങ്ങളും സംഘടനകളും വീണ്ടെടുക്കൽ ശ്രമങ്ങൾക്ക് സഹായവും പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നതിനാൽ പൊട്ടിത്തെറി അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിച്ചേക്കാം. കേരളം നിലവിൽ അഗ്നിപർവ്വത സ്ഫോടന ഭീഷണിയിലല്ലെങ്കിലും അത്തരമൊരു സാഹചര്യം സങ്കല്പിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തിന്റെ ദുർബലതകൾ വെളിപ്പെടുത്തുന്നു. പാരിസ്ഥിതിക നാശം മുതൽ സാമ്പത്തിക നഷ്ടം, സാമൂഹിക കോളിളക്കം, രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്നിവ വരെ കേരളത്തിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അപ്രതീക്ഷിത സംഭവങ്ങളെ നേരിടാൻ തയ്യാറെടുക്കേണ്ടതിന്റെ പ്രാധാന്യവും സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, സമ്പദ് വ്യവസ്ഥ, ഭരണ സംവിധാനങ്ങൾ എന്നിവ പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ പ്രതിരോധശേഷിയുള്ളവയാണെന്ന് ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യവും ഇത് അടിവരയിടുന്നു.
കേരളത്തിലെ സമാധാനപരമായ ഭൂപ്രദേശങ്ങൾ ഇത്തരം ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ സാധ്യതയില്ലെങ്കിലും സാധ്യതയുള്ള പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കുന്നത് സുരക്ഷിതമായ ഭാവിക്കായി ആസൂത്രണം ചെയ്യാൻ സഹായിക്കും. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.